പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ഡിസംബർ മാസം 28-ാം തീയതി ശനിയാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെ ആരംഭ ദിവസം നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ആമേൻ. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ല. ഓർത്ത് നോക്കി, എത്ര അത്ഭുതകരമായിട്ട് കർത്താവ് നമ്മളെ നടത്തി, എത്ര ശ്രേഷ്ഠകരമായിട്ട് കർത്താവ് നടത്തി. നമ്മുടെ സകല ആവശ്യങ്ങളിലും കർത്താവിൻ്റെ കൃപ കൂടെയിരുന്നു. ആമേൻ ആമേൻ. ഇന്നലത്തെ മീറ്റിങ്ങുകളെല്ലാം കർത്താവ് അനുഗ്രഹിച്ചു. കൈകൾ ഉയർത്തി പിടിച്ചിട്ട് കർത്താവിന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഈ പോയ രാത്രികാലം നല്ല ഉറക്കം തന്നില്ലേ? സ്വസ്ഥമായി ഉറങ്ങുവാൻ കർത്താവ് സഹായിച്ചില്ലേ? യാതൊരു ഡിസ്റ്റർബൻസും ഇല്ലാതെ ഉറങ്ങുവാൻ കർത്താവ് സഹായിച്ചു. കൈകളെ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. അപ്പ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ രാവിലെ ഉണർത്തിയതിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യാം. നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മൾ പലപ്പോഴും ചിന്തിക്കും, ഞാനങ്ങ് എഴുന്നേറ്റു, ഞാൻ ഉണർന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയല്ല. ആമേൻ. നിങ്ങൾക്കറിയാമോ, നമ്മളെക്കാൾ ചെറുപ്പക്കാർ, നമ്മുടെ സമപ്രായക്കാർ പലരും ഉണരാതെ പോകുമ്പോൾ ദൈവത്തിൻ്റെ കൃപയാണ് നമ്മൾ ഉണർന്നത്. കരമുയർത്തി പറ, കർത്താവേ, അങ്ങയുടെ കൃപയാണ് ഞാൻ ഉണർന്നത്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. അങ്ങയുടെ വൻ കൃപയ്ക്കായി സ്തോത്രം സ്തോത്രം. എന്നെ ഉണർത്തിയതാ, ഞാൻ ഉണർന്നതല്ല. കർത്താവ് എന്നെ ഉണർത്തിയതാകുന്നു. ഈ പകൽക്കാലം വീണ്ടും ജയത്തോടെ നടത്തുന്ന ദൈവത്തിന് താങ്ക് യു ഫാദർ, താങ്ക് യു ഫാദർ, താങ്ക് യു ഫാദർ. ഞങ്ങളെ അത്ഭുതമായി നടത്തുന്ന കർത്താവിന്, ആരോഗ്യത്തോടെ സൂക്ഷിക്കുന്ന കർത്താവിന്, ആമേൻ, ജയോത്സവമായി നടത്തുന്നവന് ഞങ്ങൾ നന്ദി പറയുന്നു, നന്ദി പറയുന്നു. അപ്പയ്ക്ക് നന്ദി പറയുന്നു. സ്തോത്രം 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 സ്തോത്രം. അപ്പ ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ അത്ഭുതമായി നടത്തുന്നതിന് സ്തോത്രം. കർത്താവെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ വർഷത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ ഞങ്ങൾ എത്തുമ്പോൾ അപ്പയുടെ ദയ ഞങ്ങളോടുള്ളത് വലുതാകിയാൽ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അപ്പയുടെ വിശ്വസ്തതയ്ക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. അവൻ ഞങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നത് അങ്ങയുടെ ദയ കൊണ്ടാകുന്നു എന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ നശിച്ചു പോകാതിരിക്കുന്നത് അങ്ങയുടെ കരുണയാകുന്നു, അങ്ങയുടെ വിശ്വസ്തതയാകുന്നു, അങ്ങയുടെ ദയയാകുന്നു എന്ന് ഞങ്ങൾക്കറിയാം. കർത്താവെ, ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ വർഷത്തിൻ്റെ അവസാനങ്ങളിലേക്ക് എത്തുമ്പോൾ ദൈവത്തിൻ്റെ കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. അപ്പാ, അങ്ങയുടെ കരുണയെ ഓർക്കുമ്പോൾ സ്തോത്രം, അങ്ങയുടെ ദയ ഓർക്കുമ്പോൾ ഞങ്ങൾ നന്ദി പറയുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകൾ അടച്ചാട്ടെ. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങേക്ക് നന്ദി പറയുന്നു. അപ്പാ, ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കളെയും ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നു. കർത്താവെ, ഈ വർഷത്തിൻ്റെ അവസാനത്തിലെത്തി നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് പറയാൻ മറ്റൊന്നുമില്ല. ദൈവത്തിൻ്റെ കൃപ, കർത്താവിൻ്റെ വിശ്വസ്തത. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം ചെയ്ത് കർത്താവെ, ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ഓരോരുത്തരുടെ ആവശ്യങ്ങളിൽ അങ്ങനെ വലിയ കൃപകൾ വ്യാപരിക്കട്ടെ. അവൻ ഇന്ന് പകൽക്കാലം തൻ്റെ കുഞ്ഞുങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്ന വിഷയത്തിൽ ദൈവിക അത്ഭുതം സംഭവിക്കട്ടെ. രോഗികളായിരിക്കുന്നവർ ഇപ്പോൾ നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. രോഗത്തിൻ്റെ കെട്ടുകൾ പൊട്ടിപ്പോട്ടെ, രോഗത്തിൻ്റെ ബന്ധനങ്ങൾ അഴിയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ശാപത്തിൻ്റെ നുഖങ്ങൾ അഴിഞ്ഞു മാറട്ടെ. അത്ഭുതകരമായ സൗഖ്യങ്ങളും വിടുതലുകളും ഇപ്പോൾ തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കിഡ്നി സ്റ്റോൺ മുഖാന്തരം ഭയങ്കര പെയിനായിട്ട് കഴിയുന്നവർ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. പരിപൂർണമായ സൗഖ്യം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവരുടെ മേൽ വ്യാപരിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം. അത്ഭുതം നടക്കട്ടെ. യേശുവിൻ നാമത്തിൽ അത്ഭുതം നടക്കട്ടെ. യേശുവിൻ നാമത്തിൽ അത്ഭുതം നടക്കട്ടെ. കർത്താവ് അത്ഭുതം ചെയ്തിരിക്കുന്നതിന് സ്തോത്രം. അതുപോലെ ജോലിയില്ലാത്തവരെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവ് അത്ഭുതകരമായ വഴി തുറക്കണം. ഇന്ന് വാതിലുകൾ തുറന്നു വരട്ടെ. സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരെ കർത്താവ് വിടുവിക്കണം. അവരുടെ മേലും ദൈവിക അത്ഭുതം നടക്കട്ടെ. കർത്താവെ, പ്രാർത്ഥനകളുടെ മറുപടികളുടെ ദിവസങ്ങളാകിയാൽ സ്തോത്രം. ഈ 28, 29, 30, 31 ദിവസങ്ങൾ പ്രാർത്ഥനകളുടെ മറുപടി നടക്കുന്ന ദിവസമാകിയാൽ സ്തോത്രം ചെയ്യുന്നു. തൻ്റെ കുഞ്ഞുങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അങ്ങയുടെ കൃപയുണ്ടാകണം. മാനസികമായുള്ള സംഘർഷങ്ങളിൽ നിന്ന് വിടുവിക്കണം. ആമേൻ. സ്വസ്ഥത കൊടുക്കണം, സമാധാനം കൊടുക്കണം. അങ്ങ് അത്ഭുതങ്ങളിലൂടെ അവരെ നടത്തണം. ആമേൻ. ഇന്ന് പകൽക്കാലം അത്ഭുതങ്ങളിലൂടെ നടക്കണം. വെള്ളം വീഞ്ഞായതുപോലെ ചില അത്ഭുതങ്ങൾ ഇന്ന് പകൽക്കാലം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സംഭവിക്കട്ടെ. തങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ, ഭാരപ്പെട്ടിരിക്കുന്ന വിഷയത്തിലൊക്കെയും ഇന്ന് കർത്താവിൻ്റെ വലിയ മറുപടി വരുന്ന ദിവസമായി മാറട്ടെ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. സകല മഹത്വവും പുകഴ്ചയപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് നമ്മൾ ഒരു വിഷയം കൂടെ പ്രാർത്ഥിക്കാൻ പോവുക. ഇന്ന് മുതൽ നമ്മുടെ ഉപവാസ പ്രാർത്ഥന നടക്കുകയാണല്ലോ.
എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കണം. നമുക്ക് നമ്മുടെ കൈകളെ ഉയർത്താം. ഇന്ന് തുടങ്ങുന്ന ഈ ഉപവാസ പ്രാർത്ഥന ഈ പുതിയ വർഷത്തിലേക്കുള്ള ഒരുക്കമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ. ഒരു പ്രിപ്പറേഷൻ ടൈമാണ്. കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് നന്ദി പറയുക എന്ന് മാത്രമല്ല, അടുത്തൊരു വർഷത്തെ നമ്മൾ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇന്ന് 28, 29, 30 3 ദിവസത്തെ ഈ ഉപവാസ പ്രാർത്ഥനയെ കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും ഉപവസിക്കണം കേട്ടോ. ആമേൻ. ആഹാരം മാറ്റിവെച്ച് ദൈവസന്നിധിയിൽ കൂടുതൽ സമയം ചെലവഴിക്കണം. ഉപവാസം എന്ന വാക്കിൻ്റെ അർത്ഥം കൂടെ വസിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ദയവേത് ഈ ഇയറിൻ്റെ അവസാന ദിവസങ്ങളാണ്. ആഹാരം മാറ്റിവെക്ക്. അതുകൊണ്ട് നമുക്ക് രോഗങ്ങളൊന്നും വരത്തില്ല. അല്പസമയം കർത്താവിനോട് കൂടുതലിരിക്കുന്നത് നല്ലതാണ്. പറ്റുമെങ്കിൽ 7 പ്രാവശ്യം ഒരു ദിവസം മുട്ടുമടക്കി ഈ 3 ദിവസം പ്രാർത്ഥിക്കും. 7 പ്രാവശ്യം മുട്ടുമടക്കി ദൈവത്തിന് സ്തോത്രം പറയാൻ പറ്റുമെങ്കിൽ, സാധിക്കുമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. കൈകളെ ഉയർത്താൻ നമുക്ക് ഒരുമിച്ച് ഈ ഉപവാസ പ്രാർത്ഥനയെ ബ്ലസ് ചെയ്യാൻ. കർത്താവേ, ഞങ്ങൾ 28, 29, 30 ഈ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയും 31-ാം തീയതി പുതുവത്സര പ്രാർത്ഥനയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ മഹത്വം ഉണ്ടാകട്ടെ, വലിയ ദൈവപ്രവൃത്തി ഉണ്ടാകട്ടെ, വലിയ ആത്മപകർച്ച ഉണ്ടാകട്ടെ. ഈ ദിവസങ്ങൾ ആത്മപകർച്ചകളുടെ ദിവസങ്ങളായിത്തീരണം. പരിശുദ്ധാത്മാവിന് വലിയ ഇടപെടലുകളുടെ ദിവസങ്ങളായി മാറണം. ആത്മാവിന് വലിയ നിയോഗങ്ങളുടെ ദിവസങ്ങളായി മാറണം കർത്താവേ. കൂടാതെ ഞങ്ങൾ കർത്താവ് 31-ാം തീയതി പുതുവത്സര പ്രാർത്ഥനയ്ക്കായിട്ടും ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അത് വലിയ അനുഗ്രഹമായി തീരണം. യേശു ഇറങ്ങി വന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന, അവൻ ലിറ്ററലി ഞങ്ങൾക്ക് കർത്താവിനെ കാണത്തക്കവണ്ണം ആത്മസാന്നിധ്യം വ്യാപരിക്കുന്ന മീറ്റിംഗ് ആയിത്തീരണം. കർത്താവ് അത്ഭുതം ചെയ്തതിന് സ്തോത്രം. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ വർഷം അവസാനിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിലൊരു ശുദ്ധീകരണത്തോടുകൂടെ വേണം നമുക്ക് പുതുവർഷത്തിലേക്ക് കയറുവാൻ. ആമേൻ. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 17 മുതലുള്ള വാക്യങ്ങൾ വായിച്ച് കേൾപ്പിക്കാം. അവിടെ പറയുന്നത്, ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. അപ്പം ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും ആമേൻ വിരോധമായിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ജഡത്തിൻ്റെതായ അഭിലാഷങ്ങളുണ്ട്, ആത്മാവിൻ്റെതായ അഭിലാഷങ്ങളുണ്ട്. അപ്പം നമ്മൾ ഏതിനെ ആമേൻ അനുകൂലമായി നിൽക്കുന്നു, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിശ്വാസത്തിലാണ്, നമ്മൾ ആരാധനയ്ക്ക് പോകുന്നവരാണ്. പക്ഷെ നമ്മളിൽ ജഡീകമായ താല്പര്യങ്ങളും ജഡത്തിൻ്റെതായ ഫലങ്ങളുമാണോ കൂടുതൽ പുറപ്പെടുവിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. ഈ ലോകത്തിലായിരിക്കുമ്പോൾ ആമേൻ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ആത്മാവിൻ്റെ ഫലങ്ങളെ പുറപ്പെടുവിക്കുവാനാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വർഷം തീരുമ്പോൾ പ്രിയപ്പെട്ടവരെ, വേദോസം നമ്മളെ ഓർപ്പിക്കുന്നു, നമ്മൾ ആത്മാവിനെ അനുസരിച്ച് നടക്കണം. നമ്മൾ പരിശുദ്ധാത്മാവ് എന്തു പറയുന്നു അത് കേൾക്കണം. അങ്ങനെ ആകുന്നുവെങ്കിൽ നമ്മൾ ജഡത്തിൻ്റെ ഇഷ്ടത്തിന് ജീവിക്കത്തില്ല. ജഡത്തിൻ്റെ ഇഷ്ടങ്ങളെന്ന് പറയുന്നത് ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, മറ്റുള്ളവരോടുള്ള പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത്, ഇതെല്ലാം ജഡത്തിൻ്റെ പ്രവൃത്തികളാണ്. അപ്പോൾ നമുക്കൊരാളോട് ഇപ്പോഴും ഈ വർഷം ഇതുവരെ ആ പടക്കം മാറ്റാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളിൽ എന്തോ പ്രവർത്തിക്കുന്നത്? ജഡമാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ മനസ്സിൽ അവരോടുള്ള കോപം നമ്മൾ വെച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിന് കാരണം എന്നാ? അത് നമുക്ക് അവരോടുള്ള കോപമാണ്, അത് നമ്മൾ വെച്ചുകൊണ്ടിരിക്കുക. അതും വെച്ചുകൊണ്ട് 2025 പ്രവേശിക്കരുത്. അത് അഴുക്കാണ്, നമ്മൾ കൊണ്ടുപോകാൻ കൊള്ളാത്ത സാധനങ്ങളാണ്. ആമേൻ. കർത്താവ് നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നു അവിടെയൊക്കെ നമ്മൾ ശുദ്ധീകരണം പ്രാപിച്ചു വേണം നമ്മൾ അകത്തേക്ക് കയറുവാൻ, പുതിയ വർഷത്തിലേക്ക് കയറുവാൻ. ദൈവം ആഗ്രഹിക്കുന്ന ലെവൽ, അതായത് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന ലെവലിലുള്ള ബ്ലെസ്സിങ് നമ്മൾ അനുഭവിക്കണമെങ്കിൽ, ആമേൻ, കിങ്ഡത്തിൻ്റെ ആ അനുഗ്രഹങ്ങൾ പൂർണ്ണമായി നമ്മൾ അനുഭവിക്കണമെങ്കിൽ നമ്മളിൽ ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പം പ്രിയപ്പെട്ടവരെ, എന്തെങ്കിലുമൊക്കെ ജഡത്തിൻ്റെതായ പ്രവൃത്തികൾ നമ്മളിൽ ഉണ്ടോ എന്ന് നമ്മൾ തന്നെ ഒന്ന് ശോധന ചെയ്യുക. ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, നമുക്ക് ചിലർ നന്മ കാണുമ്പോൾ അസൂയ വരുന്നത്, നമ്മൾ ചിലരോട് പക വെച്ചുകൊണ്ടിരിക്കുന്നത്, ഞാനത് ചെയ്യത്തില്ല, ഞാനത് ശാഠ്യം വെച്ചുകൊണ്ടിരിക്കുന്നത്, ഭിന്നത കൊണ്ടുവരിക. നമുക്ക് ഭിന്നത എന്നറിയാമല്ലോ, ഡിവിഷൻസ്, അതൊന്നും ദൈവഹിതമല്ല. ഇതൊന്നും നമ്മൾ വെച്ചുകൊണ്ട് ഈ പുതുവർഷത്തിലേക്ക് കയറല്ലേ. അപ്പം ഇന്ന് ഈ സന്ദേശം നിങ്ങൾ കേൾക്കുന്നെങ്കിൽ യാദൃശികമായിട്ടല്ല കേൾക്കുന്നത്. 2025 കർത്താവ് നിങ്ങളെ 2024 അധികം അനുഗ്രഹിക്കുവാനും അധികം നന്മകൾ കൊണ്ട് നിറയ്ക്കുവാനും കർത്താവ് ആഗ്രഹിക്കുന്നു. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ നമ്മൾ ഉപേക്ഷിക്കേണ്ടതായ കാര്യങ്ങളെ നമ്മൾ ഉപേക്ഷിച്ചിട്ട് നമ്മളിൽ ആത്മാവിൻ്റെ ഫലം നിറഞ്ഞു നിൽക്കണം.
22-ാമത്തെ വാക്യം മുതൽ ആത്മാവിൻ്റെ ഫലത്തെക്കുറിച്ചാണ് പറയുന്നത്. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. അപ്പോൾ ഇന്ന് മുതൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ ഇന്ന് തൊട്ട് നമ്മൾ അൺലോഡ് ചെയ്യണം. എന്തൊക്കെയാണ് ജഡാഭിലാഷങ്ങളെല്ലാം അൺലോഡ് ചെയ്യണം, പുറത്ത് കളയണം. പറയണം, ഇതെനിക്കിനിയും വേണ്ട, ഇത് ഞാൻ 2025 പ്രവേശിക്കത്തില്ല എന്ന് പറഞ്ഞ്. ഇപ്പം നമ്മൾ അയൽവാസിയോട് പിണങ്ങിയിരിക്കുക, ഇന്ന് തന്നെ അങ്ങനെ നിരപ്പിലാണ്. മാതാപിതാക്കളോട് പിണങ്ങിയിരിക്കുന്നവർ, സഹോദരങ്ങളോട് പിണങ്ങിയിരിക്കുന്നവർ, ബോസിനോട് പിണങ്ങിയിരിക്കുന്നവർ, പാസ്റ്ററോട് പിണങ്ങിയിരിക്കുന്നവർ, സഹവിശ്വാസികളോട് പിണങ്ങിയിരിക്കുന്നവർ, ദേഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നവർ, പക വെച്ചുകൊണ്ടിരിക്കുന്നവർ, ആമേൻ, സഹോദരങ്ങളോട് ഇത് എന്തും ആയിക്കോട്ടെ, ഇന്ന് അത് നമ്മൾ നമ്മുടെ ഉള്ളിൽ നിന്ന് കളയണം. എന്നിട്ട് അവരോട് നിരപ്പ് പ്രാപിക്കണം. ആമേൻ. സമാധാനത്തിൻ്റെ ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മളെല്ലാവരോടും സമാധാനം ആചരിക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ആമേൻ, സഭ വിട്ടുപോയവരോടായാലും കൊള്ളാം, ദോഷം ചെയ്തവരോടായാലും കൊള്ളാം, ആരോടും പക വെച്ചുകൊണ്ടിരിക്കാതെ നമ്മളുടെ നന്മയ്ക്ക് വേണ്ടി, നമ്മുടെ 2025 നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ കളയേണ്ടതിനെ നമുക്ക് ഇന്ന് തന്നെ കളയാം, ഉപേക്ഷിക്കേണ്ടതിനെ നമുക്ക് ഇന്ന് തന്നെ ഉപേക്ഷിക്കാം. എന്നിട്ട് ആത്മാവിൻ്റെ ഫലങ്ങളോ നമ്മളിൽ നിറഞ്ഞു കവിയട്ടെ. ആത്മാവിൻ്റെ ഫലത്തിന് വേണ്ടി ആ കൂടുതൽ ഫലം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകത്തക്കവണ്ണം അത് തന്നെ ധ്യാനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം 2025 കയറാൻ. അപ്പോൾ 2025 ഏറ്റവും അനുഗ്രഹമായിരിക്കും കേട്ടോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മൾ വിശാലമാകും, ഉയർച്ച പ്രാപിക്കും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വൈകിട്ടത്തെ മീറ്റിംഗ് ഇന്ത്യൻ സമയം രാത്രി 9:30 ആരംഭിക്കും. എല്ലാവരും പ്രാർത്ഥിക്കുക, എല്ലാവരും ഉപവാസത്തിലാകുക. ഈ ഉപവാസ ദിവസങ്ങൾ ആമേൻ അൺലോഡ് ചെയ്യേണ്ടതായ, അതായത് ജഡത്തിൻ്റെതായ അഭിലാഷങ്ങളെയൊക്കെ, ജഡത്തിൻ്റെതായ പ്രവൃത്തികളെയൊക്കെ നമ്മളിൽ നിന്ന് ദൂരീകരിച്ചിട്ട് ആത്മാവിൻ്റെ ഫലമുള്ളവരായി 2025 പ്രവേശിക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ.